കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു സൈബർ തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ്. പല ആൾക്കാരും അത് സംഭവിച്ചിട്ടും പുറത്ത് പറയാതിരിക്കുന്നു. ഈ ഒരു സീനിയർ ലേഡി ആയിരുന്നു, ബാങ്കിൽ വന്നു. ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി നെയിമിൽ ഒരു മിസ്മാച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ ആ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹാർഡ് ഏൺഡ് മണിയായിട്ടുള്ള, അവരുടെ റിട്ടയർമെൻറ്റ് ചെയ്ത ഒരു വനിതയാണത്. ആ തുക ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റി. ഇതോളം ഒരു 20-21 ലക്ഷം രൂപയോളം വരുമായിരുന്നു. ഞാൻ ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിലെ സ്റ്റാഫാണ്. വിനോദ് ചന്ദ്രൻ എന്നാണ് പേര്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ ആണ് ഇത് വാർത്തകൾ വായിക്കാറുള്ളത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലായത്. അതായത് വളരെ പരിചിതയായ ഒരു കസ്റ്റമർ, എബോവ് 60 ലേഡിയായിരുന്നു. അവർ വന്ന് ഓൾ ഓഫ് എ സഡൻ അവരുടെ സ്ഥിര നിക്ഷേപങ്ങൾ മുഴുവൻ പിൻവലിക്കണം, ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം പ്രീമച്വർ ക്ലോഷർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പം മാഡത്തിന് പലിശ നഷ്ടമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചെങ്കിലും അവർ ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് പ്രീ ക്ലോസ് ചെയ്ത് നഷ്ടത്തോടു കൂടിയാണെങ്കിലും ഇത് മക്കൾക്ക് ഫ്ലാറ്റ് മേടിക്കാനാണ്, ഡൽഹിക്ക് അയക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലോട്ടാക്കി കൊടുത്തു. അക്കൗണ്ടിലാക്കി കഴിഞ്ഞിട്ട് പണം കൈമാറാനായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഫോം പൂരിപ്പിച്ച് തന്നപ്പോൾ മക്കളുടെ വ്യക്തികളുടെ പേര് പകരം അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് കണ്ടത്. അപ്പം ചോദിച്ചു, എന്തുകൊണ്ടാണ് മാഡം നേരിട്ട് ഇതുപോലെ അയച്ചു കൊടുക്കുന്നത്, മക്കൾക്ക് അയച്ചു കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല, മക്കൾ തന്നിട്ട് നിർദ്ദേശപ്രകാരമാണ് ഞാനിങ്ങനെ അയക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു അഡീഷണൽ സ്റ്റെപ്പാണ് ഞാൻ എടുത്തത്. അതായത് മക്കൾ അയച്ചു തന്നാണെങ്കിൽ തീർച്ചയായും മക്കളുടെ അയച്ചു തന്ന ആ ഒരു അക്കൗണ്ട് നമ്പറും ആ ഒരു ചാറ്റും കാണുമല്ലോ, അത് എന്നെ കൂടി കാണിക്കാമെങ്കിൽ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അല്പം പരുങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് തപ്പുന്ന പോലെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, എന്തോ ടൈപ്പ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഞാൻ കരുതിയത് മക്കളുമായിട്ട് ചാറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടും അവർ അത് കാണിക്കുന്നില്ല. സാർ, ഞാനത് ക്രോസ് ചെക്ക് ചെയ്തതാണ് ഓൾറെഡി, സാർ ആ പേയ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം 20 ലക്ഷത്തിന് മുകളിലുള്ള ഒരു തുകയല്ലേ, കൈമറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുകയില്ല, മാഡത്തിൻ്റെ ഹാർഡ് ഏൺഡ് മണിയാണ്. അതുകൊണ്ട് മക്കൾ അയച്ചു തന്ന അത് വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് നമുക്ക് വിടാം എന്ന് വീണ്ടും ഒരു 2-3 തവണ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ മക്കളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ്. പക്ഷെ മക്കൾ ബിസിയാണെന്ന് പറയുന്നു, കണക്ട് ചെയ്യുന്നില്ല. ഒരു 10-15 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു. അപ്പോഴെല്ലാം അവർ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കാണിക്കാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പം അവർ ചെറിയ വിറവലോടുകൂടി ഫോൺ എൻ്റെ നേരെ കാണിക്കുകയായിരുന്നു. ആ സമയത്തും അവർ ആരുടെയോ ഒരു സ്ലേവ് എന്നുള്ള പോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ആ ഫോൺ കാണിച്ചു അക്കൗണ്ട് നമ്പർ കാണിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. നോക്കിയപ്പോൾ അതിൻ്റെ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും ലെറ്ററുകളാണ് കാണുന്നത്. അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായി. കാരണം ഒരിക്കലും സുപ്രീം കോർട്ടോ സെൻട്രൽ ബാങ്കോ ഒന്നും ഇങ്ങനെ നേരിട്ട് വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്നതല്ല പതിവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് ഇമ്മീഡിയറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു വെർച്വൽ അറസ്റ്റിൻ്റെ ഭാഗമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് അത് ഓൾറെഡി അത് കോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ കോൾ അതിനകത്ത് ഓൺലൈനായിട്ടുണ്ടായിരുന്നു, അവരും കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഈ മാഡം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരുമായിട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ഫണ്ട് കൈമാറ്റം തടയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അവരുടെ ഹാർഡ് ഏൺഡ് മണിയായ ഒരു 22 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ സാധിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, പ്രായമായവരെ ആണ് ഇവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം പ്രായമായ എല്ലാവരും ഈ വാർത്ത എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഏത് രീതിയിലാണ് ഇവർ ഭയപ്പെടുത്തി ഒരു പ്രത്യേക ഹിപ്നോട്ടിസ് സ്റ്റേജിലോട്ട് കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. വലിയ തട്ടിപ്പിൽ നിങ്ങൾ അകപ്പെട്ടു പോയെന്നാണ് അവർ ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉപയോഗപ്പെടുത്തി മറ്റ് ക്രിമിനൽസ് നിങ്ങളുടെ പേരിൽ അക്കൗണ്ടുകൾ തുടങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് അവർ ബോധ്യപ്പെടുത്തുന്നത്. ആദ്യം IPS ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിലായിരിക്കും ഇവർ അപ്പിയർ ചെയ്യുന്നത് വീഡിയോ കോളിൽ. ഈ ഒരു പ്രത്യേക സ്റ്റേജിൽ ഇവരൊരു പ്രത്യേക മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും മക്കളെ പോലുമോ ഒന്ന് വിളിച്ചറിയിക്കാനുള്ള സാവകാശം കൊടുക്കില്ല, ഫോൺ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത.
രാത്രി അതിഭയങ്കരമായി ഫോൺ ചൂടാകുന്നെന്ന് കണ്ടപ്പോഴാണ് അങ്ങോട്ട് മെസ്സേജ് ചെയ്തപ്പോഴാണ് എന്നാൽ ഒരു 4 മണിക്കൂർ നിർത്തിക്കോളൂ എന്ന് അവർ പെർമിഷൻ കൊടുക്കുന്നത്. അതുപോലൊരു സ്ലേവ് മൈൻഡിലോട്ട് അവരെ കൊണ്ടുവരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് സംഭവിക്കുമ്പോഴേ അതിൻ്റെ തീവ്രത പിടികിട്ടുകയുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും പൊട്ടന്മാരല്ലോ എന്ന് കരുതും. എന്നിരുന്നാലും പ്രായമായവർ പറ്റുന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരോടുകൂടി ഒരു കാര്യം പറയാനുണ്ട്. പ്രായമായവർ വന്ന് വലിയ ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ നോക്കിയാൽ ജസ്റ്റ് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് അവരുടെ ഫോണിലുള്ള ഡാറ്റ കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ നല്ലതായിരുന്നു.